പ്രിയമുള്ളവരെ, നിങ്ങളെ ഏവരെയും ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വിവിധ തലത്തിലുള്ള ക്ലിനിക്കൽ ട്രയൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ക്ലിനിക്കൽ ട്രയൽ എന്താണെന്നും ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചുമുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ക്ലിനിക്കൽ ട്രയൽ പല ഫേസ് ഉണ്ട്, പല തലത്തിലാണ് നമ്മൾ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നത്. അതിന് നമ്മൾ ഫേസ് 1, 2, 3, 4 അങ്ങനെ 4 ഫേസായിട്ട് ആണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫേസ് 1 സ്റ്റഡി എത്തുന്നത് ഫേസ് 1 തൊട്ട് മനുഷ്യരിലാണ് നമ്മൾ റിസർച്ച് ചെയ്തത്. ഫേസ് 1 മുമ്പുള്ള റിസർച്ചൊക്കെ മനുഷ്യരിലല്ല ചെയ്തത്. അപ്പം അതിനു മുമ്പ് ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് അത് പ്രാക്ടിക്കലാണ്, സേഫാണ്, ഇഫക്റ്റീവാണെന്ന് നമ്മൾ ആദ്യമേ അതിൻ്റെ തിയറി അത് സയൻറ്റിഫിക് ജേർണലുകളിൽ പബ്ലിഷ് ചെയ്ത് ഉറപ്പുവരുത്തും. അതിനുശേഷം ഒരു മരുന്നാണെങ്കിൽ ആ മരുന്ന് ഉണ്ടാക്കി പരീക്ഷണശാലകൾ, ലാബോറട്ടറികളിൽ, അത് മൃഗങ്ങളിൽ പരിശോധിച്ച് അതിൻ്റെ കൃത്യതയും ഒക്കെ ഉറപ്പുവരുത്തും. ഇന്നത്തെ കാലത്ത് മൃഗങ്ങളിലല്ല, ടിഷ്യൂ കൾച്ചർ ബോട്ടിൽ നമുക്ക് ക്യാൻസർ കോശങ്ങളെയും മനുഷ്യൻ്റെ വിവിധങ്ങളായ സെല്ലുകളെയും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഈ മരുന്നുകൾ ഉപയോഗിച്ച് പരീക്ഷണം നടത്താം. അതിൻ്റെ ഇഫക്റ്റുകൾ ലാബിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞാണ് ഫേസ് 1. ഫേസ് 1 ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഈ മരുന്നോ അല്ലെങ്കിൽ ഉപകരണമോ ലാബ് ടെസ്റ്റോ ഒക്കെ മനുഷ്യരിലേക്ക് എത്തപ്പെടുന്ന ഈ ഫേസ് 1. അപ്പോൾ ഫേസ് 1 വളരെ കുറച്ച് പേരിലേ നമുക്ക് ചെയ്യത്തുള്ളൂ. സാധാരണഗതിയിൽ 20 മുതൽ 40 പേരിലൊക്കെ ഫേസ് 1 ചെയ്യുന്നത്. ഈ ഫേസ് 1 ട്രയലിൽ ഈ മരുന്നിൻ്റെ ഏറ്റവും ചെറിയ ഡോസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും ചെറിയ ഡോസ് തൊട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫേസ് 1 ട്രയലിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസ് 1 ട്രയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ മരുന്ന് സേഫ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സേഫ്റ്റി കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ മരുന്നിൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡോസ് എത്രയാണെന്നും ഫേസ് 1 ട്രയലിലാണ് കണ്ടുപിടിക്കുക. ഫേസ് 1 ട്രയൽ നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തൊക്കെ വളരെ അപൂർവമായിട്ട് നടത്താറുള്ളൂ. കാരണം അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിസർച്ചാണ്, വളരെ റിഗറസ് മോണിറ്ററിംഗ് ആണ്. വളരെ കൃത്യതയോടെ ചെയ്തില്ലെങ്കിൽ പാളിപ്പോകാൻ ഏറ്റവും സാധ്യതയുള്ള ഫേസും ഈ ഫേസ് 1 ട്രയലാണ്. രണ്ടാമത്തെ ഫേസാണ് ഫേസ് 2 ട്രയൽ. ഈ ഫേസ് 2 നമ്മൾ ഫേസ് 1 നമ്മൾ ഡോസും സൈഡ് എഫക്റ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫേസ് 2 നമ്മൾ ഈ മരുന്ന് ഏതെങ്കിലും ഒരു രോഗത്തിന് പ്രയോജനപ്രദമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് ഫേസ് 2 ട്രയലിലാണ്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ചിലപ്പോൾ 100 മുതൽ 200 വരെയൊക്കെ രോഗികൾ ഈ മരുന്ന് കൊടുത്തു നോക്കും. ഈ മരുന്ന് കൊടുത്തതിന് ശേഷം രോഗം ചെറുതാകുന്നുണ്ടോ നമ്മൾ പരിശോധിക്കും. അതുപോലെ തന്നെ വളരെ റിഗറസ് ആയിട്ട് തന്നെ സൈഡ് എഫക്റ്റുകൾ മോണിറ്റർ ചെയ്യും. ശക്തമായ സ്ക്രീനിങ്ങും അതുപോലെ തന്നെ മോണിറ്ററിങ്ങും ഈ ഫേസിലും ഉണ്ടാകും. എല്ലാ ക്ലിനിക്കൽ ട്രയലിലും മോണിറ്ററിങ്ങും വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടാകും. ഫേസ് 2 നമ്മൾ പരിശോധിക്കുന്നത് ഈ മരുന്ന് ഫലവത്താണോ ഇല്ലയോ എന്നാണ്. അപ്പോൾ ഫേസ് 1 കഴിഞ്ഞ് പല മരുന്നുകളും ഫേസ് 2 പരാജയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ചികിത്സയേക്കാൾ മെച്ചമല്ല എന്ന് കണ്ടെത്തിയാൽ ആ മരുന്ന് ഒരിക്കലും ഫേസ് 3 പോകത്തില്ല, ഫേസ് 2 കൊണ്ട് നിൽക്കും. അതിനുശേഷമാണ് ഫേസ് 3 വരിക. ഫേസ് 3 ഒരു രോഗിക്ക് ഏറ്റവും പങ്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രയൽ ഫേസ് 3. ഫേസ് 2 കഴിഞ്ഞാണ് ഫേസ് 3 ഡ്രഗ് വരുന്നത്. അപ്പം മിക്കവാറും സൈഡ് എഫക്റ്റുകളെക്കുറിച്ചും അതിൻ്റെ ഡോസുകളെക്കുറിച്ചും ഒക്കെ വളരെ നല്ല ഡേറ്റ ഫേസ് 1 ഫേസ് 2 ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫേസ് 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, നിലവിലെ ചികിത്സാ രീതി അപേക്ഷിച്ച് പുതിയ മരുന്ന് ഫലവത്താണോ ഇല്ലയോ, കൂടുതൽ ഫലവത്താണോ അല്ലെ പുതിയ ചികിത്സാ രീതി കൂടുതൽ ഫലവത്താണോ എന്ന് പരിശോധിക്കുന്നതാണ് ഫേസ് 3 ട്രയൽ. ഇതിനകത്ത് പങ്കെടുക്കുന്ന വഴി രോഗിക്ക് ഏറ്റവും പുതിയ മരുന്ന് കിട്ടുവാനുള്ളൊരു മാർഗ്ഗമാണ്. ഏറ്റവും നല്ല ചികിത്സ കിട്ടും, ഏറ്റവും ലേറ്റസ്റ്റുള്ള മരുന്ന് നമുക്ക് ഫേസ് 3 രോഗിക്ക് കിട്ടും. അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഫേസ് 3 ടോക്സിസിറ്റി ഒക്കെ നമ്മൾ അറിഞ്ഞാൽ വരുന്നത്. അപ്പോൾ വലിയ ടോക്സിസിറ്റിയും കാര്യങ്ങളൊന്നും ഫേസ് 3 സാധാരണ വരെ ടോക്സിസിറ്റി എന്ന് വെച്ചാൽ സൈഡ് എഫക്റ്റ്
അത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഫേസ് 3 കുറവാണ്. അതാണ് ഫേസ് 3 ട്രയൽ. ഫേസ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ലോകത്തിലുള്ള പല ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ ഗവൺമെൻറ് നിയോഗിച്ചിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഈ മരുന്ന് മനുഷ്യരിൽ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചികിത്സയ്ക്ക് ഈ മരുന്ന് കൊടുക്കാനായിട്ട് അനുവാദം നൽകിയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിനാണ് ഫേസ് 4 ട്രയൽ എന്ന് പറയുന്നത്. ഫേസ് 4 ട്രയൽ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്കിയായിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫേസ് 4 ട്രയൽ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ക്ലിനിക്കൽ ട്രയൽ നമ്മൾ ചെയ്യുന്നത്. ക്ലിനിക്കൽ ട്രയൽ ഞാൻ എപ്പോഴും പറയുകയാണ്, ക്ലിനിക്കൽ ട്രയൽ ഉണ്ടെന്ന് വരിക, പ്രത്യേകിച്ചും ഫേസ് 3 ട്രയൽ ഉണ്ടെന്ന് വരിക. ഏറ്റവും ലേറ്റസ്റ്റ് മരുന്ന് ഏറ്റവും നല്ല രീതിയിൽ കിട്ടാനുള്ള ഏറ്റവും മെച്ചപ്പെട്ട മാർഗം ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.